ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും LDC പരീക്ഷയ്ക്ക് 100% ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഈ ടോപ്പിക്കിനകത്തുള്ള ഗവർണർ ജനറൽമാരെന്ന ടോപ്പിക്ക് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് തുടങ്ങി വയ്ക്കാം. നമുക്ക് അതിനുശേഷം 1858 മുതൽ 1950 ജനുവരി 25 വരെയുള്ള വൈസ്രോയിമാർ എങ്ങനെയാണ് നമുക്ക് ഓർഡർ ആയിട്ട് നോക്കാം. അതിൽ ഇതുവരെയും കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കെങ്കിലും ഓരോ വ്യക്തികളുടെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ആത്മഹത്യ ചെയ്ത ബംഗാളിൽ ആദ്യ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ്. ആത്മഹത്യ ചെയ്ത ബംഗാളിൽ ആദ്യ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അല്ലെങ്കിൽ ക്രമീകരണ നിയമപ്രകാരം ബംഗാളിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അല്ലെങ്കിൽ ക്രമീകരണ നിയമപ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേര് മാറി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേരായി മാറിയത് 1833 മൂന്നാം ചാർട്ടറായിട്ട്. ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേര് മാറി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേരായി മാറിയത് 1833 മൂന്നാം ചാർട്ടറായിട്ട്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. ഓർമ്മിക്കണം, ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിമാരാണ് കാനിംഗ് പ്രഭു. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിമാരാണ് കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയാണ് കാനിംഗ് പ്രഭു. ഓർമ്മിക്കണം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയാണ് കാനിംഗ് പ്രഭു. വൈസ്രോയ് എന്ന സ്ഥാനപ്പേര് ഓർമ്മിക്കണം, വൈസ്രോയ് എന്ന സ്ഥാനപ്പേരായി സ്വീകരിച്ചത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനിൽ ക്യൂൻ ഓഫ് പ്രൊക്ലമേഷൻ ആക്ട് പ്രകാരം. ഈ ആക്ട് പ്രകാരം പദവിയുടെ പേര് വൈസ്രോയ്. അവസാനത്തെ വൈസ്രോയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഓർമ്മിക്കണം, അവസാനത്തെ വൈസ്രോയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽമാരാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനുമായ ഒരേ ഒരു ഗവർണർ ജനറലാണ് C. രാജഗോപാലാചാരി. ഓർമ്മിക്കണം, സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനുമായ ഒരേ ഒരു ഗവർണർ ജനറലാണ് C. രാജഗോപാലാചാരി. 1773 മുതൽ 1833 വരെയുള്ള ഭരണകാലം ബംഗാളിലെ ഗവർണർ ജനറൽ. 1833 മുതൽ 1858 വരെയുള്ള ഭരണകാലം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ. 1858 മുതൽ 1947 വരെ വൈസ്രോയിമാരുടെ ഭരണകാലം. 1947 മുതൽ 1950 വരെ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽ. 1950 ജനുവരി 26 മുതൽ പദവിയുടെ പേര് രാഷ്ട്രപതി. അപ്പോൾ ഈ പീരീഡ് കൃത്യമായിട്ട് ഓർമ്മിക്കണം. 1773 മുതൽ 1833 വരെയുള്ള ഭരണകാലം ബംഗാളിലെ ഗവർണർ ജനറൽ. 1833 മുതൽ 1858 വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ. 1858 മുതൽ 1947 വരെ വൈസ്രോയിമാരുടെ ഭരണകാലം. 1947 മുതൽ 1950 വരെ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽ. 1950 ജനുവരി 26 മുതൽ പദവിയുടെ പേര് രാഷ്ട്രപതി. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ഗവർണർ ജനറൽ. 1833 മൂന്നാം ചാർട്ടറായിട്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ. എങ്ങനെ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലാണ് വില്യം ബെന്റി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലാണ് വില്യം ബെന്റി പ്രഭു. 1858 ക്യൂൻ ഓഫ് പ്രൊക്ലമേഷൻ പ്രകാരം പദവിയുടെ പേര് വൈസ്രോയ്. 1947 മുതൽ പദവിയുടെ പേര് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽ. 1950 ജനുവരി 26 മുതൽ പദവിയുടെ പേര് അല്ലെങ്കിൽ ഓർമ്മിക്കണം റിപ്പബ്ലിക് ആയതിനു ശേഷം പദവിയുടെ പേര് രാഷ്ട്രപതി. ആദ്യ വൈസ്രോയ് ആരാണ്? കാനിംഗ് പ്രഭു. കാനിംഗ് പ്രഭുവിൻ്റെ ഭരണകാലം 1856 മുതൽ 62 വരെ. ആദ്യ വൈസ്രോയ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് എന്നറിയപ്പെടുന്ന ആരാണ്? കാനിംഗ് പ്രഭു. ഭരണകാലം 1856 മുതൽ 62 വരെ. നമ്മളിനി കാനിംഗ് പ്രഭു മുതൽ C. രാജഗോപാലാചാരി വരെയുള്ള വ്യക്തികളും വൈസ്രോയിമാരുടെ ഓർഡറും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓരോ വൈസ്രോയിമാരെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ഇതിനെ എഴുതിയെടുത്തൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറലാണ്? അത് കാനിംഗ് പ്രഭു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് ഓർമ്മിക്കണം, 1858
ക്യൂൻ ഓഫ് പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് പ്രകാരം പതിവിടെ ഒരു വൈസ്രോയി. അങ്ങനെ ആദ്യമായി ഇന്ത്യയുടെ വൈസ്രോയി ആയത് കാനിങ് പ്രഭു. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ 3 സ്ഥലങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിക്കാൻ ഉത്തരവിറക്കിയതാണ് അത് കാനിങ് പ്രഭുവാണ്. കൊൽക്കത്തയിലും ബോംബെയിലും മദ്രാസിലും ഓരോ ഹൈക്കോടതി വീതം സ്ഥാപിക്കാൻ ഉത്തരവിറക്കിയതാണ് കാനിങ് പ്രഭു. ബംഗാളിൽ പാട്ട വ്യവസ്ഥ സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? കാനിങ്ങിൻ്റെ കാലത്ത്. ബംഗാളിൽ പാട്ട വ്യവസ്ഥ സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ഗവർണർ ജനറൽ പദവി വഹിച്ചതിന് ശേഷം വൈസ്രോയിയായ ഏക വ്യക്തിയാണ്. ഓർമ്മിക്കണം, കാനിങ്ങിൻ്റെ പ്രത്യേകത ഓർമ്മിക്കണം. ഗവർണർ ജനറൽ പദവി വഹിച്ചതിന് ശേഷം വൈസ്രോയിയായ ഏക വ്യക്തിയാണ്. ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ മഹാറാണി ഏറ്റെടുക്കുന്നതോടനുബന്ധിച്ച് അലഹബാദ് ദർബാർ പ്രഖ്യാപിച്ച ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ഓർമ്മിച്ച് വെച്ചോണം. അപ്പോൾ അലഹബാദ് ദർബാർ നടത്തിയതാണ് കാനിങ് പ്രഭു. അപ്പോൾ ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ മഹാറാണി ഏറ്റെടുക്കുന്നതോടനുബന്ധിച്ചുള്ള അലഹബാദ് ദർബാർ പ്രഖ്യാപിച്ച ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ വകുപ്പ് സമ്പ്രദായവും ബഡ്ജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ്? കാനിങ്ങിൻ്റെ കാലത്ത്. ഇന്ത്യയിൽ വകുപ്പ് സമ്പ്രദായവും ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ആരുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. 1861 ഇന്ത്യൻ കൗൺസിലായിട്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയിയാണ് കാനിങ് പ്രഭു. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ ഓരോ ഹൈക്കോടതി സ്ഥാപിക്കാൻ ഉത്തരവിറക്കിയതാണ് കാനിങ് പ്രഭു. ബംഗാളിൽ പാട്ട വ്യവസ്ഥ സമ്പ്രദായം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കാനിങ് പ്രഭു. ഗവർണർ ജനറൽ പദവി വഹിച്ചതിന് ശേഷം വൈസ്രോയിയായ ഏക വ്യക്തി. ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ മഹാറാണി ഏറ്റെടുക്കുന്നതോടനുബന്ധിച്ച് അലഹബാദ് ദർബാർ പ്രഖ്യാപിച്ച ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ വകുപ്പ് സമ്പ്രദായം ബഡ്ജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ്? അല്ലെങ്കിൽ ഏത് വൈസ്രോയിയാണ്? കാനിങ് പ്രഭു. 1861 ഇന്ത്യൻ കൗൺസിലായിട്ട് നിലവിൽ വന്നപ്പോൾ വൈസ്രോയിയാണ് കാനിങ് പ്രഭു. മെക്കാളെ പ്രഭു രൂപപ്പെടുത്തിയ ശിക്ഷാ നടപടികൾ നിയമമാക്കപ്പെട്ടത് ഏത് വൈസ്രോയുടെ കാലത്താണ്? കാനിങ്ങിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, മെക്കാളെ പ്രഭു നടപ്പിലാക്കിയ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയ ശിക്ഷാ നടപടികൾ നിയമമാക്കപ്പെട്ടത് ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയതാണ് പരീക്ഷയുടെ സ്ഥിരം ചോദ്യം. അത് ഡൽഹൌസി പ്രഭു. അപ്പോൾ ദത്തവകാശ നിരോധന നയം പിൻവലിച്ച വൈസ്രോയാണ് കാനിങ് പ്രഭു. അപ്പോൾ ഓർമ്മിക്കണം, ദത്തവകാശ നിരോധന നയം 1848 നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. നമ്മളിനി ഗവർണർ ജനറൽ ടോപ്പിക് എടുക്കുമ്പോൾ അത് നമ്മളെടുക്കും. ദത്തവകാശ നിരോധന നയം പിൻവലിച്ച വൈസ്രോയാണ് കാനിങ് പ്രഭു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി 1857 സ്ഥാപിച്ചതാണ് അത് കാനിങ്ങിൻ്റെ കാലത്താണ്. 1857 ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട 3 സർവകലാശാലകൾ ഏതൊക്കെയാണ്? കൊൽക്കത്ത, ബോംബെ, മദ്രാസ്. ഇത് രൂപം കൊള്ളുമ്പോൾ വൈസ്രോയാണ് കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയന്ത്രണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് മൊണാർക്ക് ഏറ്റെടുത്തത് ഏത് ഭരണാധികാരിയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. അപ്പോൾ ഓർമ്മിക്കണം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1858 ഭരണം വിക്ടോറിയ നേരിട്ട് ഏറ്റെടുക്കുന്നു. ഓർമ്മിക്കണം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയന്ത്രണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് മൊണാർക്ക് ഏറ്റെടുത്തത് ഏത് ഭരണാധികാരിയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ക്രിമിനൽ പ്രൊസീജിയർ ഓർമ്മിക്കണം, ക്രിമിനൽ പ്രൊസീജിയേഴ്സ് കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. ഓർമ്മിക്കണം, ക്രിമിനൽ പ്രൊസീജിയേഴ്സ് കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. വൈസ്രോയുടെ ഭരണസമിതിയിൽ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ കാര്യസ്ഥനെ കൂടി ഉൾപ്പെടുത്തിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? കാനിങ്ങിൻ്റെ കാലത്ത്. വൈസ്രോയുടെ ഭരണസമിതിയിൽ ഒരു സാമ്പത്തിക ഭരണസമിതി അല്ലെങ്കിൽ സാമ്പത്തിക ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തിയത് ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. അപ്പോൾ മെക്കാളെ പ്രഭു രൂപപ്പെടുത്തിയ ശിക്ഷാ നടപടികൾ നിയമമാക്കപ്പെട്ടത് ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ദത്തവകാശ നിരോധന നയം പിൻവലിച്ച വൈസ്രോയി. 1857 ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട 3 സർവകലാശാലകൾ കൊൽക്കത്ത, ബോംബെ, മദ്രാസ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയന്ത്രണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് മൊണാർക്ക് ഏറ്റെടുത്തത് ഏത് ഭരണാധികാരിയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ഓർമ്മിക്കണം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗവർണർ ജനറലായിരുന്നു കാനിങ് പ്രഭു. 1861 പോർട്ട്ഫോളിയോ സമ്പ്രദായം, വകുപ്പ് സമ്പ്രദായം എന്നറിയപ്പെടുന്ന പോർട്ട്ഫോളിയോ സമ്പ്രദായം നടപ്പിലാക്കിയത് കാനിങ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിമക്കച്ചവടം നിരോധിച്ച വൈസ്രോയിയാണ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി അടിമക്കച്ചവടം നിരോധിച്ച വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യൻ ഹൈക്കോടതി നിയമം 1861 പാസ്സാക്കിയതാണ് കാനിങ് പ്രഭു. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി രൂപം കൊണ്ടത് കൊൽക്കട്ടയിൽ. അപ്പോൾ കേരള ഹൈക്കോടതി 1956 നവംബർ വന്നു. അപ്പോൾ ഇന്ത്യയിൽ എത്ര ഹൈക്കോടതി ഉണ്ട്? 25. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി നിയമം 1861 പാസ്സാക്കിയത് കാനിങ്ങിൻ്റെ കാലത്ത്.
IPC അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് അല്ലെങ്കിൽ പീനൽ കോഡ് ആയിട്ട് പാസ്സാക്കിയത് 1860, അത് നിലവിൽ വന്നത് 1861. റെൻ്റായിട്ട് പാസ്സാക്കിയത് 1859 കാനിങ്ങിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, റെൻ്റായിട്ട് പാസ്സാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത് 1859. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ്. ഓർമ്മിക്കണം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. വൈറ്റ് മ്യൂട്ടണി ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, വൈറ്റ് മ്യൂട്ടണി ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ബംഗാളിൽ ഇൻഡിഗോ കലാപം നടന്നത് ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. അപ്പോൾ 1861 പോർട്ട്ഫോളിയോ സമ്പ്രദായം നടപ്പിലാക്കിയത് കാനിങ്ങിൻ്റെ കാലത്ത്. അടിമക്കച്ചവടം നിരോധിച്ച വൈസ്രോയി. ഇന്ത്യൻ ഹൈക്കോടതി നിയമം 1861. ഇന്ത്യൻ പീനൽ കോഡ് 1860. റെൻ്റായിട്ട് 1859 പാസ്സാക്കിയതാണ് കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. വൈറ്റ് മ്യൂട്ടണി ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ബംഗാളിൽ ഇൻഡിഗോ കലാപം നടന്നത് ആരുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. ഇൻഡിഗോ കലാപത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര എഴുതിയ ബംഗാളി നാടകം ഏതാണ്? നീൽ ദർപ്പൺ. വർഷം 1859. ഓർമ്മിക്കണം, ഇൻഡിഗോ കലാപത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര എഴുതിയ നാടകം അല്ലെങ്കിൽ ബംഗാളി നാടകം ഏതാണ്? നീൽ ദർപ്പൺ. വർഷം 1859. ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് നാട് കടത്തപ്പെട്ട മുഗൾ ചക്രവർത്തിയാരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയത് 1862. ആരുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. സൈനിക മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വൈസ്രോയാണ് കാനിങ് പ്രഭു. ഓർമ്മിക്കണം, സൈനിക മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാണ് കാനിങ് പ്രഭു. വരുമാന നികുതി നടപ്പിലാക്കിയ വൈസ്രോയാണ് കാനിങ് പ്രഭു. ഓർമ്മിക്കണം, ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയത് ആരുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. സൈനിക മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ആരാണ്? കാനിങ് പ്രഭു. വരുമാന നികുതി ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുമാന നികുതി നടപ്പിലാക്കിയതാണ് കാനിങ്ങിൻ്റെ കാലത്ത്. ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് സമ്പ്രദായം. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് കാനിങ്ങിൻ്റെ കാലത്ത്. കാനിങ്ങിനെ സഹായിച്ച ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധന്മാർ ആരൊക്കെയാണ്? ജെയിംസ് വിൽസണും സാമുവൽ സെലിയാങ്. ഓർമ്മിക്കണം, കാനിങ്ങിനെ സഹായിച്ച ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധന്മാർ ആരൊക്കെയാണ്? ജെയിംസ് വിൽസൺ ആൻഡ് സാമുവൽ സെലിയാങ്. ഇന്ത്യയിൽ ആദ്യ സർവകലാശാല ഏതാണ്? കൊൽക്കത്ത സർവകലാശാല 1857. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യ സർവകലാശാല ഏതാണ്? കൊൽക്കത്ത സർവകലാശാല 1857. ഇന്ത്യയിൽ ഓർമ്മിക്കണം, ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരം നടന്നത് ഏത് വർഷമാണ്? 1859. ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരം നടന്ന വർഷം 1859. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വർഷം 1859 കാനിങ്ങിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, ദത്തവകാശ നിരോധന നിയമം അല്ലെങ്കിൽ നയം പിൻവലിച്ചത് കാനിങ്ങിൻ്റെ കാലത്ത് 1859. ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയതാണ് കാനിങ് പ്രഭു. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയതാണ് കാനിങ് പ്രഭു. ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയാണ് കാനിങ് പ്രഭു. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് ആക്ട് പാസ്സാക്കിയാണ് കാനിങ് പ്രഭു. അപ്പോൾ ഈ കാനിങ് പ്രഭുവിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഏകദേശം ഇതിനകത്ത് ഒരു ബുക്കിലും കിട്ടാത്ത സ്കൂൾ ടെക്സ്റ്റ് ബുക്കെല്ലാം നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ഒരു നോട്ട്സാണ്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, കാരണം ഇത് നമ്മൾ അടുത്ത വൈസ്രോയിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ കാനിങ് പ്രഭു ഭരണകാലം 1856-62. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗവർണർ ജനറൽ. 1858 അലഹബാദ് ദർബാർ സംഘടിപ്പിക്കുമ്പോൾ വൈസ്രോയാണ് കാനിങ് പ്രഭു. അപ്പോൾ ഇതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് വന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചോളണം. 100% സാധ്യതയുണ്ട്. തവണ ഹൈക്കോടതി ആയിട്ട് പാസ്സാക്കിയ വർഷം 1861. IPC ആയിട്ട് പാസ്സാക്കിയത് 1860. റെൻ്റായിട്ട് 1859. ഇൻഡിഗോ കലാപത്തെ ആസ്പദമാക്കി നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകം രചിച്ചത് ഓർമ്മിക്കണം, ദീനബന്ധു മിത്ര. ഇനി സൈനിക മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വൈസ്രോയി. ദത്തവകാശ നിരോധന നയം പിൻവലിച്ചു. അതുപോലെ ഗവർണർ ജനറൽ പദവി വഹിച്ചതിന് ശേഷം വൈസ്രോയായ ഏക വ്യക്തിയാരാണ്? കാനിങ് പ്രഭു. രണ്ടാമത്തെ വൈസ്രോയി എൽഗിൻ ഫസ്റ്റ്. ഓർമ്മിക്കണം, രണ്ടാമത്തെ വൈസ്രോയി എൽഗിൻ ഫസ്റ്റ്. എൽഗിൻ ഫസ്റ്റിൻ്റെ ഭരണകാലം 1862-63. ചിലതിൽ എഞ്ചിൻ എന്നൊക്കെ കാണും, തെറ്റൊന്നുമല്ല, എൽഗിൻ എന്നാണ് കറക്റ്റ്. എൽഗിൻ ഫസ്റ്റ് 1862-63. കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നീ ഓരോ സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി സ്ഥാപിച്ചത് 1862. ആരുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്തല്ല, അത് എൽഗിൻ ഫസ്റ്റിൻ്റെ കാലത്താണ്. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ 3 സ്ഥലങ്ങൾ ഹൈക്കോടതി സ്ഥാപിക്കുന്ന ഉത്തരവിറക്കിയതാണ് കാനിങ് പ്രഭു. ഇവിടെ ഹൈക്കോടതി സ്ഥാപിക്കുമ്പോൾ കൊൽക്കത്തയിലും മുംബൈയിലും മദ്രാസിലും 3 സ്ഥലങ്ങളിൽ ഓരോ ഹൈക്കോടതി സ്ഥാപിക്കും ആരായിരുന്നു വൈസ്രോയി? എൽഗിൻ ഫസ്റ്റ്. കാനഡ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ എന്നറിയപ്പെട്ട വൈസ്രോയാണ് എൽഗിൻ ആണ്. ഓർമ്മിക്കണം, കാനഡ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ എന്നറിയപ്പെട്ടാണ് എൽഗിൻ ഫസ്റ്റ്. വഹാബി ലഹള നടക്കുന്ന സമയത്ത് ഓർമ്മിക്കണം, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വഹാബി ലഹള നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? അല്ലെങ്കിൽ വൈസ്രോയാരാണ്? അത് എൽഗിൻ ഫസ്റ്റ് ആണ്. വഹാബി ലഹള നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയാണ് എൽഗിൻ ഫസ്റ്റ്.
വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയാണ് എൽഗിനാണ്. ഓർമ്മിക്കണം, വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയാണ് എൽഗിൻ ഫസ്റ്റ്. എൽഗിൻ അന്തരിച്ചത് 1862. ഓർമ്മിക്കണം, അധികാരത്തിൽ വന്ന അതേ വർഷം അന്തരിച്ച വൈസ്രോയ എൽഗിൻ ഫസ്റ്റ്. വൈസ്രോയുടെ താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ് സർ നേപ്പിയറും. ഓർമ്മിക്കണം, സർ നേപ്പിയറും സർ ഡെന്നിസൺ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുള്ള മ്യൂസിയം നമ്മൾ ആരുടെ പേരിൽ അറിയപ്പെടുന്നത് നേപ്പിയർ പ്രഭു. അപ്പോൾ ആദ്യമായിട്ട് ഒരു ആക്ടിംഗ് വൈസ്രോയ അധികാരത്തിൽ വരുന്നത് എൽഗിന് ശേഷം. അപ്പോൾ എൽഗിൻ അധികാരത്തിൽ വന്ന അതേ വർഷം അന്തരിച്ച വൈസ്രോയ. അപ്പോൾ കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് ഏത് വൈസ്രോയുടെ കാലത്ത്? എൽഗിൻ ഫസ്റ്റിൻ്റെ കാലത്ത്, വർഷം 1862. കാനഡ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതാണ് എൽഗിൻ ഫസ്റ്റ്. വഹാബി ലഹള ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വഹാബി ലഹള നടന്നത് ആരുടെ കാലത്ത്? എൽഗിൻ്റെ കാലത്ത്. വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയ്. എൽഗിൻ അന്തരിച്ചത് 1862. അധികാരത്തിൽ വന്ന അതേ വർഷം അന്തരിച്ച വൈസ്രോയ്. വൈസ്രോയുടെ കാലത്ത് അല്ലെങ്കിൽ എൽഗിൻ്റെ കാലത്ത് താൽക്കാലിക ചുമതല ഉണ്ടായിരുന്നത്. എൽഗിന് ശേഷം താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന വൈസ്രോയ് അല്ലെങ്കിൽ വ്യക്തികൾ ആരൊക്കെയാണ്? സർ നേപ്പിയറും ഡെന്നിസണും. അപ്പോൾ കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് എൽഗിൻ ഫസ്റ്റിൻ്റെ കാലത്ത്, വർഷം 1862. കാനഡ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതാണ് എൽഗിൻ ഫസ്റ്റ്. വഹാബി ലഹള ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വഹാബി ലഹള നടക്കുന്നത് ആരുടെ കാലത്ത്? എൽഗിൻ്റെ കാലത്ത്. വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയ്. എൽഗിൻ അന്തരിച്ചത് 1862. അധികാരത്തിൽ വന്ന അതേ വർഷം അന്തരിച്ച വൈസ്രോയ്. വൈസ്രോയുടെ താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന വ്യക്തികൾ സർ നേപ്പിയർ ആൻഡ് സർ ഡെന്നിസൺ. മൂന്നാമത്തെ വൈസ്രോയ് ആരാണ്? സർ ജോൺ ലോറൻസ്. ഓർമ്മിക്കണം, മൂന്നാമത്തെ വൈസ്രോയ് സർ ജോൺ ലോറൻസ്. ഭരണകാലം 1864-69. ഒരിക്കലും മറക്കരുത് ഭരണകാലങ്ങൾ. ഫസ്റ്റ് നമ്മൾ കാനി പ്രഭു, സെക്കൻഡ് എൽഗിൻ, തേർഡ് ജോൺ ലോറൻസ്. വർഷം 1864-69. ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്ന ആരാണ്? അത് ജോൺ ലോറൻസ് ആണ്. ഓർമ്മിക്കണം, ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്ന ആരാണ്? സർ ജോൺ ലോറൻസ്. ജോൺ ലോറൻസ് ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് 1867. ഓർമ്മിക്കണം, ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്ന ആരാണ്? സർ ജോൺ ലോറൻസ്. ജോൺ ലോറൻസ് ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് 1867. 1868 ഇന്ത്യയിൽ ആദ്യമായി സ്കോളർഷിപ്പ് സ്കീം നടപ്പിലാക്കിയതാണ് ജോൺ ലോറൻസ്. ഒരിക്കലും മറക്കരുത്, 1868 സ്കോളർഷിപ്പ് സ്കീം നടപ്പിലാക്കിയതാണ് സർ ജോൺ ലോറൻസ്. ഇന്ത്യയും യൂറോപ്പുമായി ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് ആരുടെ കാലത്ത്? ജോൺ ലോറൻസിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, ഇന്ത്യയും യൂറോപ്പുമായി ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് ആരുടെ കാലത്ത്? ജോൺ ലോറൻസിൻ്റെ കാലത്ത്. ഇന്ത്യയുടെ രക്ഷകൻ, പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നൊക്കെ അറിയപ്പെട്ടതാണ് ജോൺ ലോറൻസ്. ഒരിക്കലും മറക്കരുത്, ഓർഗനൈസർ ഓഫ് വിക്ടറി. ജോൺ ലോറൻസ് ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് 1867. 1868 സ്കോളർഷിപ്പ് സ്കീം നടപ്പിലാക്കിയ വൈസ്രോയ്. ഇന്ത്യയും യൂറോപ്പുമായി ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് ആരുടെ കാലത്ത്? ജോൺ ലോറൻസിൻ്റെ കാലത്ത്. ഇന്ത്യയുടെ രക്ഷകൻ, പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നറിയപ്പെട്ട വൈസ്രോയാണ് ജോൺ ലോറൻസ്. ഒറീസയുടെ ക്ഷാമം അല്ലെങ്കിൽ ഒറീസയിലെ ക്ഷാമം ഭൂട്ടാനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ വൈസ്രോയാണ് ജോൺ ലോറൻസ്. ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്ന വൈസ്രോയ്. ഇന്ത്യയുടെ രക്ഷകൻ, പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്ന വൈസ്രോയ്. ഒറീസയിൽ ക്ഷാമം ഭൂട്ടാനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ വൈസ്രോയാണ് ജോൺ ലോറൻസ്. ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചതാണ് അത് ജോൺ ലോറൻസിൻ്റെ കാലത്താണ്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത് ഇത് ജോൺ ലോറൻസിൻ്റെ കാലത്ത്. യൂറോപ്പുമായി ടെലഗ്രാഫ് ബന്ധം സ്ഥാപിച്ചത് ഏത് വൈസ്രോയുടെ കാലത്ത്? ജോൺ ലോറൻസിൻ്റെ കാലത്ത്. 1868 കുടിയായ്മ നിയമം പാസ്സാക്കുമ്പോൾ ഓർമ്മിക്കണം, കുടിയായ്മ നിയമം പാസ്സാക്കിയത് ആരുടെ കാലത്ത്? അത് ജോൺ ലോറൻസിൻ്റെ കാലത്ത്. 1868 കുടിയായ്മ നിയമം പാസ്സാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്ത്? ജോൺ ലോറൻസിൻ്റെ കാലത്ത്. അപ്പോൾ ജോൺ ലോറൻസിൻ്റെ ഭരണകാലം 1864-69. ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്ന വൈസ്രോയ്. ജോൺ ലോറൻസ് ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് 1867. 1868 സ്കോളർഷിപ്പ് സ്കീം നടപ്പിലാക്കിയ വൈസ്രോയ്. ഇന്ത്യയും യൂറോപ്പുമായി ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുമ്പോൾ വൈസ്രോയ്. ഇന്ത്യയുടെ രക്ഷകൻ, പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്ന വൈസ്രോയ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനം വകുപ്പ് ആരംഭിച്ചത് ഏത് വൈസ്രോയാണ്? ജോൺ ലോറൻസ്. അപ്പോൾ ഭരണകാലം 1864-69. മൂന്നാമത്തെ വൈസ്രോയാണ് സർ ജോൺ ലോറൻസ്. അടുത്ത വൈസ്രോയാണ് നമ്മളുടെ മേയോ പ്രഫ്. പരീക്ഷയ്ക്ക് PSC പരീക്ഷകളിൽ നമ്മളെ കാനിങ്, മേയോ, ലിറ്റൺ, റിപ്പൺ ഇതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട വൈസ്രോയാണ് മേയോ പ്രഫ്. മേയോ പ്രഫിൻ്റെ ഭരണകാലം 1869-72. ഒരിക്കലും മറക്കാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ വൈസ്രോയമാരും ഗവർണർ ജനറൽമാരും. എല്ലാ ടോപ്പിക് ഇമ്പോർട്ടൻസ് തന്നെയാണ്, പക്ഷേ എങ്കിലും ചില ടോപ്പിക്കിനകത്തുനിന്ന് എങ്ങനെ നോക്കിയാലും ഒരു മാർക്കെങ്കിലും ഉറപ്പായിട്ട് കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് ഇതിൻ്റെ ഓർഡറായിട്ട് തന്നെ കാണുക. അറിയില്ലാത്തത് എഴുതിയെടുത്ത് പഠിച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഫ്. ഓർമ്മിക്കണം, മേയോ പ്രഫിൻ്റെ ഭരണകാലം 1869-72. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഫിൻ്റെ കാലത്ത്. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഫ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ഏത് വൈസ്രോയുടെ കാലത്ത്? മേയോയുടെ കാലത്ത്. അപ്പോൾ ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്.
ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഫുവിൻ്റെ കാലത്ത്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചതാരാണ്? മേയോ പ്രഫു. 1872 ഇന്ത്യയിൽ ആദ്യമായിട്ട് കനേഷുമാരി അല്ലെങ്കിൽ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത് ഏത് വൈസ്രോയുടെ കാലത്ത്? കാനിങ്ങിൻ്റെ കാലത്ത്. അജ്മീരിൽ മേയോ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? മേയോ പ്രഫു. ഓർമ്മിക്കണം, മേയോ പ്രഫു ആണ്. അജ്മീരിൽ മേയോ കോളേജ് സ്ഥാപിച്ചതാരാണ്? മേയോ പ്രഫു. ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആരാണ്? ഓർമ്മിക്കണം, ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആരാണ്? മേയോ പ്രഫു. വധിച്ചതാരാണ്? ആൻഡമാനിൽ വെച്ച് ഷെയർ അലിയാണ്. അപ്പോൾ ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചതാരാണ്? മേയോ പ്രഫു. 1872 ഇന്ത്യയിൽ ആദ്യത്തെ കനേഷുമാരി. റെഗുലർ അല്ല, ആദ്യമായിട്ട് സെൻസസ് എന്ന ആശയം കൊണ്ടുവന്നത് മേയോ പ്രഫു. അജ്മീരിൽ മേയോ കോളേജ് സ്ഥാപിച്ചു. ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക വൈസ്രോയി. വധിക്കപ്പെട്ടത് എവിടെ വെച്ച്? ആൻഡമാനിൽ വെച്ച്. ആരാൽ വധിക്കപ്പെട്ടു? ഷെയർ അലി. ഇന്ത്യയിൽ പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച് നമ്മൾ നോക്കുമ്പോൾ ഡൽഹൌസി പ്രഫു ആണെങ്കിലും പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചാണ് മേയോ പ്രഫു. കത്തിയവാഡിൽ രാജ്കോട്ട് കോളേജ് രൂപീകരിച്ചാണ് മേയോ പ്രഫു. അപ്പോൾ ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചു. 1872 ഇന്ത്യയിൽ ആദ്യത്തെ കനേഷുമാരി. അജ്മീരിൽ മേയോ കോളേജ് സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് വധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക വൈസ്രോയി. അജ്മീരിൽ ഓർമ്മിക്കണം, അജ്മീരിൽ മേയോ കോളേജ് സ്ഥാപിച്ചു. കത്തിയവാഡിൽ രാജ്കോട്ട് കോളേജ് രൂപീകരിച്ചാണ് മേയോ പ്രഫു. ഇന്ത്യയിൽ പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചാണ് മേയോ പ്രഫു. ഇമ്പീരിയൽ ഗസറ്റ് ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്നതിന് WW100 സഹായിച്ച അല്ലെങ്കിൽ നിയമിച്ച വൈസ്രോയിയാണ്? അത് മേയോ പ്രഫു ആണ്. ഇമ്പീരിയൽ ഗസറ്റ് ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്നതിന് WW100 നിയമിച്ച വൈസ്രോയിയാണ്? അത് മേയോ പ്രഫു. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് ഏത് വൈസ്രോയാണ്? അത് മേയോ പ്രഫു ആണ്. ഒരിക്കലും മറക്കാതെ ഓർമ്മിക്കണം, ആക്ടുകളെല്ലാം. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് ആരാണ്? അത് മേയോ പ്രഫു. പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ഏക വൈസ്രോയി. ഓർമ്മിക്കണം, പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ഏക വൈസ്രോയി. റഷ്യ ബ്രിട്ടീഷ് സ്വാധീന മേഖലകളുടെ അതിർത്തിയായി ഓക്സസ് നദിയെ പ്രഖ്യാപിച്ചത് ഏത് വൈസ്രോയാണ്? അതിൽ ഏത് വൈസ്രോയുടെ കാലത്താണ്? കാനിങ്ങിൻ്റെ കാലത്ത്. അപ്പോൾ റഷ്യൻ ബ്രിട്ടീഷ് സ്വാധീന മേഖലകളുടെ അതിർത്തിയായി ഓക്സസ് നദിയെ നിശ്ചയിച്ചത് ഏത് വൈസ്രോയുടെ കാലത്താണ്? അത് മേയോ പ്രഫുവിൻ്റെ കാലത്ത്. 1872 അഫ്ഗാൻ കുറ്റവാളിയായിരുന്ന ഷെയർ അലിയാൽ വധിക്കപ്പെട്ട വൈസ്രോയാണ്? മേയോ പ്രഫു. അപ്പോൾ മേയോ പ്രഫുവിൻ്റെ ഭരണകാലം 1869-72. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഫു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചത് ആരാണ്? മേയോ പ്രഫു. 1872 ഇന്ത്യയിൽ ആദ്യത്തെ കനേഷുമാരി. അജ്മീരിൽ മേയോ കോളേജ് സ്ഥാപിച്ചു. ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക വൈസ്രോയി. അജ്മീരിൽ ഓർമ്മിക്കണം, അജ്മീരിൽ മേയോ കോളേജ്. കത്തിയവാഡിൽ രാജ്കോട്ട് കോളേജ് രൂപീകരിച്ചാരാണ്? മേയോ പ്രഫു. ആൻഡമാനിൽ വെച്ച് വധിക്കപ്പെട്ട വൈസ്രോയി. വധിച്ചാരാണ്? ഷെയർ അലി. ഇന്ത്യയിൽ പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചതാരാണ്? മേയോ പ്രഫു. ഇമ്പീരിയൽ ഗസറ്റർ ഓഫ് ഇന്ത്യ തയ്യാറാക്കാൻ WW100 നിയമിച്ച വൈസ്രോയാണ്? മേയോ പ്രഫു. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് ആരുടെ കാലത്ത്? അത് മേയോ പ്രഫുവിൻ്റെ കാലത്ത്. പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ഏക വൈസ്രോയി. റഷ്യ ബ്രിട്ടീഷ് സ്വാധീന മേഖലകളുടെ അതിർത്തിയായി ഓക്സസ് നദിയെ പ്രഖ്യാപിച്ചത് ഏത് വൈസ്രോയാണ്? അത് മേയോ പ്രഫു. 1872 അഫ്ഗാൻ കുറ്റവാളിയായ ഷെയർ അലിയാൽ വധിക്കപ്പെട്ട വൈസ്രോയാണ്? മേയോ പ്രഫു. ഒരിക്കലും മേയോ പ്രഫുവിൻ്റെ കാലയളവും ഡീറ്റെയിൽസ് മറക്കരുത്. ഓരോ വൈസ്രോയും നിങ്ങൾ നിർത്തി കേട്ട് അത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. കാരണം റിപ്പീറ്റ് കേട്ടാൽ മാത്രമേ ഈ ടോപ്പിക്ക് നമുക്ക് ഈ ടോപ്പിക്കെല്ലാം നമ്മളിടുന്ന ഏത് ടോപ്പിക്കാണെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും. കാരണം റിപ്പീറ്റ് കേട്ട് പഠിക്കുക. മേയോ പ്രഫുവിന് ശേഷം അധികാരത്തിൽ നിന്ന വൈസ്രോയാണ്? നോർത്ത് ബ്രൂക്ക്. കാരണം ചിലപ്പോൾ ചോദിക്കാം മേയോക്ക് ശേഷം ആരും അധികാരത്തിൽ, കാരണം പ്രധാനമന്ത്രിമാരുടെ മുൻപിലും പിന്നിലൊക്കെ ചോദിക്കും പോലെ മേയോ പ്രഫുവിന് ശേഷം, മേയോ പ്രഫു അത്ര ഇമ്പോർട്ടൻ്റ് ആണ് PSCക്ക്. അപ്പോൾ മേയോ പ്രഫുവിന് ശേഷം അധികാരത്തിൽ നിന്ന വൈസ്രോയാണ് നോർത്ത് ബ്രൂക്ക്. നോർത്ത് ബ്രൂക്കിൻ്റെ ഭരണകാലം 1872-76. അപ്പോൾ മേയോക്ക് ശേഷം അധികാരത്തിൽ നിന്നത് നോർത്ത് ബ്രൂക്ക്. നോർത്ത് ബ്രൂക്കിൻ്റെ ഭരണകാലം 1872-76. 1875 വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശന സമയത്ത് വൈസ്രോയാണ്? ഓർമ്മിക്കണം, വെയിൽസ് രാജകുമാരനായ എഡ്വേർഡ് ഏഴാമൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ വൈസ്രോയാണ്? നോർത്ത് ബ്രൂക്ക്. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഫുവിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയാണ്? അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഫുവിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയാണ്? നോർത്ത് ബ്രൂക്ക്. പഞ്ചാബിലെ കൂക്ക മൂവ്മെൻറ്റ് ആരംഭിച്ചത് ഏത് വൈസ്രോയുടെ കാലത്ത്? അത് നോർത്ത് ബ്രൂക്കിൻ്റെ കാലത്ത്. അപ്പോൾ 1875 വെയിൽസ് രാജകുമാരനായ എഡ്വേർഡ് ഏഴാമൻ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് വൈസ്രോയാണ്? നോർത്ത് ബ്രൂക്ക്. നോർത്ത് ബ്രൂക്കിൻ്റെ ഭരണകാലം 1872-76. 1875 വെയിൽസ് രാജകുമാരനായ എഡ്വേർഡ് ഏഴാമൻ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് വൈസ്രോയി. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഫുവിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയി. പഞ്ചാബിലെ കൂക്ക മൂവ്മെൻറ്റ് ആരംഭിച്ചത് ആരുടെ കാലത്ത്? അത് നോർത്ത് ബ്രൂക്കിൻ്റെ കാലത്ത്. 1875 വെയിൽസ് രാജകുമാരൻ ആയ എഡ്വേർഡ് ഏഴാമൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ വൈസ്രോയി.
അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയി. പഞ്ചാബിൽ കൂക്ക മൂവ്മെൻറ്റ് ആരംഭിച്ചത് ആരുടെ കാലത്ത്? അത് നോർത്ത് ബ്രൂക്കിൻ്റെ കാലത്ത്. നോർത്ത് ബ്രൂക്കിൻ്റെ ഭരണകാലം 1872-76. നോർത്ത് ബ്രൂക്കിന് ശേഷം അധികാരത്തിൽ വന്ന വൈസ്രോയാണ് ലിട്ടൺ പ്രഭു. PSCയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാനിൻ പ്രഭു, ലിട്ടൺ പ്രഭു, മേയോ പ്രഭു, റിപ്പൺ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതിൽ മിക്കവാറും കണ്ടിട്ടുള്ള ഇവരുടെ തന്നെയാണ് ചോദ്യങ്ങൾ കാണാറുള്ളത്. അപ്പോൾ ലിട്ടൺ പ്രഭുവിൻ്റെ ഭരണകാലം 1876-1880. ഓർമ്മിക്കണം, ലിട്ടൺ പ്രഭുവിൻ്റെ ഭരണകാലം 1876-1880. ഇന്ത്യയിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണാകുലർ പ്രസ് ആക്ട് പാസ്സാക്കിയത് ഏത് വയസ്സുള്ള കാലത്ത്? ലിട്ടൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് ഓർമ്മിക്കണം. ഇന്ത്യയിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയി അല്ലെങ്കിൽ വെർണാകുലർ പ്രസ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു. 1877 ഡൽഹി ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി എന്ന് പറഞ്ഞാൽ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ്ഞിയെ അവരോധിച്ചുകൊണ്ടുള്ള ഡൽഹി ദർബാർ 1877 സംഘടിപ്പിച്ചതാരാണ്? അത് ലിട്ടൺ പ്രഭുവാണ്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ചോദ്യമാണ്. ഡൽഹി ദർബാർ സംഘടിപ്പിച്ചതാരാണ്? അത് നമ്മളെ ലിട്ടൺ പ്രഭുവാണ്. വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ്ഞിയെ അവരോധിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഭരണം ഏറ്റെടുക്കുന്നത് 1858. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാനിങ്ങിൻ്റെ കാലത്ത് അലഹബാദ് ദർബാർ. 1877 രാജ്ഞിയെ അവരോധിച്ചുകൊണ്ടുള്ള ഡൽഹി ദർബാർ സംഘടിപ്പിച്ചാണ്. ഓർമ്മിക്കണം, സംഘടിപ്പിച്ചത് ലിട്ടൺ പ്രഭു. ആരാണ് രാജ്ഞിയായത്? വിക്ടോറിയ രാജ്ഞി. കൈസറി ഹിന്ദ് ഓർമ്മിക്കണം, 1877 കൈസറി ഹിന്ദ് ബഹുമതി വിക്ടോറിയ രാജ്ഞി സ്വീകരിച്ചത് ആരുടെ കാലത്താണ്? അത് ലിട്ടൻ്റെ കാലത്താണ്. അപ്പോൾ വിക്ടോറിയ രാജ്ഞി 1877 കൈസറി ഹിന്ദ് ബഹുമതി സ്വീകരിച്ചത് ആരിൽ നിന്നാണ്? അത് ലിട്ടൺ പ്രഭുവിൽ നിന്നും. അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരുടെ കാലത്ത്? അത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്താണ്. ഓർമ്മിക്കണം, അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരുടെ കാലത്ത്? ലിട്ടൻ്റെ കാലത്ത്. ഓവൻ മർഡിത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടതാരാണ്? അത് ലിട്ടൺ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയി അല്ലെങ്കിൽ വെർണാകുലർ പ്രസ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി. 1877 ഡൽഹി ദർബാർ സംഘടിപ്പിച്ചത് ആരുടെ കാലത്ത്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. കൈസറി ഹിന്ദ് 1877 വിക്ടോറിയ രാജ്ഞി സ്വീകരിച്ചത് ആരുടെ കാലത്താണ്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരുടെ കാലത്ത്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. ഓവൻ മർഡിത്ത് OVEN ഓവൻ മർഡിത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടതാരാണ്? ലിട്ടൺ പ്രഭു. 1878 റിച്ചാർഡ് സ്ട്രോച്ചി ഓർമ്മയാണ് സർ റിച്ചാർഡ് സ്ട്രോച്ചിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ക്ഷാമ കമ്മീഷൻ രൂപീകരിച്ചാണ്. അത് ലിട്ടൺ പ്രഭുവാണ്. 1878 റിച്ചാർഡ് സ്ട്രോച്ചി ഓർമ്മയാണ് റിച്ചാർഡ് സ്ട്രോച്ചിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമേ ഒരു ക്ഷാമ കമ്മീഷൻ രൂപീകരിച്ച വൈസ്രോയാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യൻ ആംസ് ആക്ട് അല്ലെങ്കിൽ ആയുധ നിയമം പാസ്സാക്കിയതാണ്. അത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്താണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണാകുലർ പ്രസ് ആക്ട് പാസ്സാക്കിയത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. 1877 ഡൽഹി ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി. ഓവൻ മെർഡിത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടതാണ്. അത് ലിട്ടൺ പ്രഭു. 1878 റിച്ചാർഡ് സ്ട്രോച്ചിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ക്ഷാമ കമ്മീഷൻ രൂപീകരിച്ച വൈസ്രോയാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യൻ ആംസ് ആക്ട് അല്ലെങ്കിൽ ആയുധ നിയമം പാസ്സാക്കിയ വൈസ്രോയി. സിവിൽ സർവീസ് പരീക്ഷയുടെ കാലാവധി ഓർമ്മിക്കണം അല്ലെങ്കിൽ പ്രായപരിധി 21 നിന്ന് 19 കുറച്ച വൈസ്രോയാണ് ലിട്ടൺ പ്രഭുവാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ കാലാവധി 21 നിന്ന് 19 കുറച്ചതാരാണ്? ലിട്ടൺ പ്രഭു. അപ്പോൾ ഇന്ത്യയിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയി അല്ലെങ്കിൽ വെർണാകുലർ പ്രസ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി. 1877 ഡൽഹി ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി. കൈസറി ഹിന്ദ് ബഹുമതി 1877 വിക്ടോറിയ രാജ്ഞി സ്വീകരിച്ചത് ആരുടെ കാലത്ത്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരുടെ കാലത്ത്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. ഓവൻ മർഡിത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട വൈസ്രോയി. ഇന്ത്യൻ ആംസ് ആക്ട് പാസ്സാക്കിയത് ആരുടെ കാലത്ത്? ലിട്ടൻ്റെ കാലത്ത്. സിവിൽ സർവീസ് പരീക്ഷയുടെ കാലാവധി 21 നിന്ന് 19 കുറച്ചത് ആരുടെ കാലത്താണ്? അത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നതാണ് ലിട്ടൺ പ്രഭുവാണ്. ഓർമ്മിക്കണം, സ്ഥിരം ചോദിക്കുന്നതാണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നതാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ വേണമെന്ന് നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്ത്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. ഏത് കമ്മീഷനാണ്? മക്ഡൊണാൾഡ് കമ്മീഷൻ. ഓർമ്മിക്കണം, ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ വേണമെന്ന് നടപ്പിലാക്കിയത് അത് ഏത് വൈസ്രോയുടെ കാലത്ത്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. ഏത് കമ്മീഷനാണ്? മക്ഡൊണാൾഡ് കമ്മീഷൻ. കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ അല്ലെങ്കിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ലിട്ടൺ പ്രഭുവാണ്. കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വൈസ്രോയാണ് ലിട്ടൺ പ്രഭു. 1879 ഡാറ ഡക്കാൻ അഗ്രികൾച്ചറൽ റൂറൽ റിലീഫ് ആക്ട് പാസ്സാക്കിയത് ഏത് വൈസ്രോയാണ്? ലിട്ടൺ പ്രഭുവാണ്. ഓർമ്മിക്കണം, 1879 ഡാറ ആക്ട് അല്ലെങ്കിൽ ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് പാസ്സാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്ത്? അത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം ആംസ് ആക്ട് 1878 പാസ്സാക്കിയതാണ് ലിട്ടൺ പ്രഭുവാണ്.
ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമമായ ആംസ് ആക്ട് 1878 പാസ്സാക്കിയതാണ് ലിട്ടൺ പ്രഭു. വിക്ടോറിയ രാജ്ഞി എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന പദവി സ്വീകരിച്ചത് ഏത് വൈസ്രോയുടെ കാലത്ത്? അത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. അപ്പോൾ വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭു. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ വേണമെന്ന് നടപ്പിലാക്കിയ വൈസ്രോയാണ് അത് ലിട്ടൺ പ്രഭു. ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം? മക്ഡൊണാൾഡ് കമ്മീഷൻ. കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തി. ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ഓർമ്മിക്കണം, ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന ആംസ് ആക്ട് 1878 പാസ്സാക്കിയതാണ് അത് ലിട്ടൺ പ്രഭു. ഇന്ത്യൻ വംശജർക്ക് ഉയർന്ന ഉദ്യോഗങ്ങൾ നൽകണമെന്ന ആവശ്യം മുൻനിർത്തി 1879 ലിട്ടൺ പ്രഭു ഇന്ത്യക്കാർക്കായി ഒരു പ്രത്യേക സിവിൽ സർവീസ് നടപ്പിലാക്കിയതാണ് അത് ലിട്ടൺ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഉയർന്ന ഉദ്യോഗങ്ങൾ നൽകാനായി ഒരു പ്രത്യേക സിവിൽ സർവീസ് നടപ്പിലാക്കിയതാണ് അത് ലിട്ടൺ പ്രഭു. ഇപ്പോൾ ലിട്ടൺ പ്രഭുവിൻ്റെ ഭരണകാലം 1876 1880. ഇന്ത്യയിൽ പ്രാദേശിക ഭാഷ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ഓവൻ മെർഡിത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട വൈസ്രോയ്. ഓർമ്മിക്കണം, വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നതാണ് ലിട്ടൺ പ്രഭു. കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ലിട്ടൺ പ്രഭു. വിക്ടോറിയ രാജ്ഞി എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന പദവി സ്വീകരിച്ചത് ഏത് വൈസ്രോയുടെ കാലത്ത്? അത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത്. ലിട്ടന് ശേഷം അധികാരത്തിൽ വന്നത് റിപ്പൺ പ്രഭു. ഓർമ്മിക്കണം, ലിട്ടന് ശേഷം അധികാരത്തിൽ വന്ന റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിൻ്റെ ഭരണകാലം 1880-84. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വൈസ്രോയ്. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെടുന്നതാണ് റിപ്പൺ പ്രഭു. ഓർമ്മിക്കണം, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെടുന്നതാണ് റിപ്പൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദ് ചെയ്തത്? ഇത് ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കാനായിട്ട് ചോദിക്കുന്നതാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ലിട്ടനും അത് റദ്ദ് ചെയ്തത് റിപ്പണുമാണ്. അതാണ് നമ്മൾ ഈ ഓർഡറായിട്ട് പഠിക്കേണ്ട ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദ് ചെയ്തത് അത് റിപ്പൺ പ്രഭു 1882. 1881 പാസ്സാക്കിയ ഫാക്ടറി നിയമത്തിലൂടെ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വൈസ്രോയാണ്. അപ്പോൾ ഓർമ്മിക്കണം, ബാലവേല എത്ര വയസ്സ് വരെയാണ്? 14 വയസ്സ് വരെയാണ് ബാലവേല. ബാലവേല ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ബഹുമതി മാർക്ക്. ബാലവേല വിരുദ്ധ ദിനമെന്നാണ് ജൂൺ 12. ബാലവേല വിരുദ്ധ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1986. അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ, അതെല്ലാം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ 1881 പാസ്സാക്കിയ ഫാക്ടറി നിയമത്തിലൂടെ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വൈസ്രോയ് വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി 1882 ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയാണ് അത് റിപ്പൺ പ്രഭു. ഓർമ്മിക്കണം, വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി 1882 ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയാണ് റിപ്പൺ പ്രഭു. ഈജിപ്റ്റ് പ്രശ്നത്തിൽ രാജിവെച്ച വൈസ്രോയാണ്. ഓർമ്മിക്കണം, ഈജിപ്റ്റ് പ്രശ്നത്തിൽ രാജിവെച്ച വൈസ്രോയാണ് റിപ്പൺ പ്രഭു. ചെന്നൈയിലെ വൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്ന ബിൽഡിംഗ് ഏതാണ്? റിപ്പൺ ബിൽഡിംഗ് ആണ്. ഓർമ്മിക്കണം, ചെന്നൈയിലെ വൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്ന ബിൽഡിംഗ് ഏതാണ്? റിപ്പൺ ബിൽഡിംഗ്. ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് 1872 മേയോ പ്രഭുവിൻ്റെ കാലത്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെഗുലർ മീൻസ് 10 വർഷത്തിലൊരിക്കൽ സെൻസസ് റെഗുലറായി ആരംഭിച്ചത് ഏത് വൈസ്രോയുടെ കാലത്ത്? റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത്. ആദ്യ സെൻസസ് ആരംഭിച്ചത് 1872 ആദ്യ റെഗുലർ സെൻസസ് 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത്. ഇന്ത്യയിൽ ആദ്യമേ തൊഴിൽ നിയമം പാസ്സാക്കിയത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമേ തൊഴിൽ നിയമം കൊണ്ടുവന്ന വൈസ്രോയാണ് അത് റിപ്പൺ പ്രഭു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇംഗ്ലീഷ് സൈന്യത്തെ പിൻവലിച്ച് ആ രാജ്യവുമായി സൗഹൃദ ബന്ധം പുനഃസ്ഥാപിച്ച വൈസ്രോയാണ് റിപ്പൺ പ്രഭുവാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇംഗ്ലീഷ് സൈന്യത്തെ പിൻവലിച്ച്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സൈന്യത്തെ പിൻവലിച്ച് ആ രാജ്യവുമായി സൗഹൃദ ബന്ധം പുനഃസ്ഥാപിച്ച വൈസ്രോയാണ് റിപ്പൺ പ്രഭു. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് 1882 പാസ്സാക്കിയതാണ് റിപ്പൺ പ്രഭുവാണ്. ഓർമ്മിക്കണം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് 1882 പാസ്സാക്കിയത് ഏത് വൈസ്രോയാണ്? റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബില്ല്, ഓർമ്മിക്കണം, ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് 1883. ജനകീയ വൈസ്രോയ് അല്ലെങ്കിൽ റിപ്പൺ ഓഫ് പോപ്പുലർ എന്നറിയപ്പെടുന്ന, ജനകീയ വൈസ്രോയ് എന്നറിയപ്പെടുന്ന ആരാണ്? റിപ്പൺ പ്രഭു. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്ക് അനുവദിച്ചുകൊണ്ടുള്ള നിയമമായ ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയതാണ് അത് റിപ്പൺ പ്രഭുവാണ്. ഓർമ്മിക്കണം, ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയത് 1883 റിപ്പൺ പ്രഭു. ജനകീയ വൈസ്രോയ് എന്നറിയപ്പെടുന്ന ആരാണ്? റിപ്പൺ. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമായ ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയ വൈസ്രോയ്. ഇൽബർട്ട് ബില്ല് വിവാദത്തിൽ രാജിവെച്ച വൈസ്രോയ്. ഓർമ്മിക്കണം, ഇൽബർട്ട് ബില്ല് വിവാദത്തിൽ രാജിവെച്ച വൈസ്രോയ്. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 19 നിന്ന് 21 പുനഃസ്ഥാപിക്കപ്പെട്ട വൈസ്രോയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 2 വൈസ്രോയ കാര്യം നമ്മൾ ഓർമ്മിക്കണം. നമ്മളുടെ 1876 മുതൽ 80 വരെ ഇരുന്ന ലിട്ടൺ പ്രഭുവാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ കാലാവധി 21 നിന്ന് 19 കുറച്ചത്. ഈ വൈസ്രോയ നേരെ അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്തു. നമ്മളുടെ സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള കുറഞ്ഞ പ്രായം 19 നിന്ന് 21 ആക്കിയ വൈസ്രോയ്. പ്രാഥമിക വിദ്യാഭ്യാസം
സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി 1882 ഹണ്ടർ കമ്മീഷൻ നിയമിച്ച വൈസ്രോയി ആരാണ്? അത് റിപ്പൺ പ്രഭു. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിട്ട് പാസ്സാക്കിയ വൈസ്രോയി വർഷം 1882. ഇൽബർട്ട് ബിൽ 1883. ഇൽബർട്ട് ബിൽ വിവാദത്തിൽ രാജിവെച്ച വൈസ്രോയി. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി ഓർമ്മിക്കണം. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 19 നിന്ന് 21 മാറ്റിയ വൈസ്രോയി. പ്രാഥമിക വിദ്യാഭ്യാസം സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ 1882 ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ്? അത് റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിൻ്റെ ഭരണകാലം 1880 മുതൽ 1884 വരെ. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദ് ചെയ്ത വൈസ്രോയി. ഓർമ്മിക്കണം, പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദ് ചെയ്ത വൈസ്രോയി. ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് ആരുടെ കാലത്ത്? അത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് ആരുടെ കാലത്ത്? റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത്.